എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ഷാരിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നന്ദകുമാർ സാർ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ഒരു സംരംഭകർ, അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ആദ്യം തട്ടിപ്പുകാരാണെന്ന് നന്ദകുമാർ സാറിന് തോന്നിയ ഒരു സംശയം, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വയനാട് വരെ ഒന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. അതായത് സ്ഥലം പറയുകയാണെങ്കിൽ പുൽപ്പള്ളി. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച ശരിക്കും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംരംഭകരാണ് ജസ്റ്റ് പെയ്ഡിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ സംരംഭകർ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു അവർ. കാരണം അതുപോലെയായിരുന്നു അവരവിടെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ. അതായത് വെറും പേപ്പറുകളിലല്ല ഞങ്ങളുടെ സംരംഭകത്വം എന്നവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു. കാരണം പ്ലോട്ട് തിരിച്ച് ഏതാണ്ട് 28,000-ഓളം പ്ലോട്ടുകളാണ് അവർ തിരിച്ചു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വെറുതെ പേപ്പർ കാണിച്ച് ഞങ്ങൾ അത് ചെയ്യുന്നു, ഞങ്ങൾ ഇത്ര പ്ലോട്ടുകളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് കൊടുത്തു എന്ന് കാണിക്കുകയല്ല. ആ മേടിച്ച് അത്രയധികം ആൾക്കാർ, 100ഓളം ഇൻവെസ്റ്റേഴ്സ്, ആ പ്ലോട്ട് വാങ്ങിച്ച ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. അവരുടെ വീഡിയോസ്, ഈ എന്താണ് ജസ്റ്റ് പെയ്ഡ്, എന്താണ് അവർ വാങ്ങിച്ച ആ പ്ലോട്ട് വാങ്ങിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ആ പ്ലോട്ട് വാങ്ങിച്ചത്, അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടായതെന്നുള്ളത് ആ ഇൻവെസ്റ്റേഴ്സ് തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അതിൻ്റെ കുറച്ചധികം വീഡിയോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. നമസ്കാരം. എന്താ പേര്? റാഫി മദലി. ഷഹീന. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ. അപ്പോൾ ഈ പ്ലോട്ട് വാങ്ങിച്ചതാണോ? നമ്മൾ ഇതിലൊരു 5 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ 20 ചന്ദന മരങ്ങൾ ഇന്നൊരു 7 അടിയോളം വളർച്ചയിൽ വളരെ ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നൊരു ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പ്ലോട്ടിൽ. ഓക്കെ. അത് തന്നെയാണ്, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഭാവിയിലേക്ക് ഒരു അസറ്റായിട്ട് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂമി വാങ്ങിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ, അത്രയും ത്രില്ലിലാണ് നിൽക്കുന്നത്. ഓക്കെ. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ട ഒരു സ്വപ്നം, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്? ഇപ്പം ഇതിൻ്റെ ഓണർ പറഞ്ഞ പോലെ, ഓണ്ടർപ്രണർ ഓണർ പറഞ്ഞ പോലെ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു ത്വര, അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ ഒരു എന്താ ഇൻസ്പിറേഷൻ ഉണ്ടായത് എന്തായിരുന്നു? അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വില കുറയാത്ത ഒരു വസ്തുവുള്ളത് ഭൂമിയാണ്. പക്ഷെ ആ ഭൂമിയിൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ, അതായത് 1980 വെറും 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 2023 കണക്കനുസരിച്ച് അത് 20,000 രൂപയായി. അതായത് 1000 മടങ്ങ് വർദ്ധിച്ചു. പക്ഷെ സ്വർണത്തിന് ഒരു 67 മടങ്ങേ വർധന വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഗ്രോത്ത്. എന്തുകൊണ്ട് വീരപ്പൻ ഇത് മോഷ്ടിക്കാൻ നോക്കി? അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്, ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സാൻഡൽവുഡ് ഓയിലിന് വെറും 5 ലക്ഷമുള്ളൂ ഇന്ത്യയിൽ. പക്ഷെ അത് ദുബായ് മാർക്കറ്റിൽ 25 ലക്ഷമാണ്, 27 ലക്ഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് ഈ ഭൂമിയിൽ നിന്നുള്ളവർക്ക്. തീർച്ചയായിട്ടും അടുത്ത ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഒരു 5,80,00,000 രൂപയാണ് ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏറ്റവും മിതമായ രീതിയിൽ കണക്കാക്കിയാൽ പോലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വെറും 12 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രോത്തിലേക്ക് ആ ചന്ദനപ്പുറത്ത് മാത്രം കിട്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ 5 സെന്റ് സ്ഥലം ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു ഏറ്റവും അനുഗ്രഹീതമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്ന ഈ ചന്ദന മരങ്ങളൊക്കെ ആടി ഒലിഞ്ഞ് കാണുമ്പോൾ ഒരു 7 അടിയൊക്കെ നമുക്കിങ്ങനെ വളർന്നു നിൽക്കണമെന്ന് വലിയ സന്തോഷമാണ്. നമ്മളെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ തലങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ബിഗ് താങ്ക്സ്. ഞങ്ങൾ പരിപൂർണമായിട്ടും ഇതിൽ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ജസ്റ്റ് പെയ്ഡിൻ്റെ കൂടെ എത്ര വർഷമായി? ഇപ്പോൾ അതെ, ഞാനിപ്പോൾ ഒരു 25 വർഷമായിട്ട് MD-യോടും ചെയർമാനോടൊപ്പം 4 നൂറ്റാണ്ടോളമായിട്ട് കൂടെയുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ ഞാനാക്കാം. അതായത് ഒരു കോമ്പയറിംഗ് ആർട്ടിസ്റ്റാണ്, സിംഗറാണ്. പല വേദികളിലും വിദേശങ്ങളിലൊക്കെ പോകാൻ പോലും ഏറ്റവും അനുഗ്രഹീതമായ തലങ്ങൾ സൃഷ്ടിച്ച ഒരു കമ്പനി കൂടിയാണ് ഈ MD-യും ചെയർമാൻ്റെയും കമ്പനി. അപ്പോൾ അതിലും വളരെ സന്തോഷമാണ്. താങ്ക് ഗോഡ്. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് സന്ധ്യാനീഷ്. ഓക്കെ. ഇവിടെ സ്ഥലം? എറണാകുളം കൊച്ചിൻ പള്ളുരുത്തിയിലാണ്. ഓക്കെ. ഇവിടെ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? അതെ, പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. എന്തായിരുന്നു ഇതിലേക്കൊരു തുടക്കം? എങ്ങനെയായിരുന്നു പ്ലോട്ട്? ഇത് എന്താണ് ഇത് വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പ്രയോജനം? അങ്ങനെ ഒരു സൂപ്പർ ഈ പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക് തോട്ടൊക്കെ എന്താണ്? ഫ്യൂച്ചർ സേഫായെന്ന് ചിന്തിക്കുന്നോ? ഷുവർ. അതുകൊണ്ടാണല്ലോ ഇത് വാങ്ങിച്ചത്. കാരണം എന്താണ് ഈ ഒരു ബിസിനസ് എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അറിയാത്തൊരു സമയത്ത് നമ്മൾ ഇത്രയും ട്രസ്റ്റ് വർത്തിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റ് നമുക്ക് പഠിപ്പിച്ച് തരാനൊരു കേപ്പബിലിറ്റി ഉണ്ട്. കാരണം അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനും അതുപോലെ നമ്മളെങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് ഇൻകം വരുന്നത് ഇതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു മാനേജ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ ചാടി കയറി. ഇത് അഡ്വാൻസ് കൊടുത്ത ആളാണ്. എന്താണ് സാൻഡൽവുഡ് എന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലേ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ആ ഒരു കമ്പനിയുടെ അടുത്തൊരു ട്രസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനവിടെ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ വലുപ്പം, കാരണം ഇതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നമുക്കിതിൻ്റെ വലുപ്പം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്നും അതുപോലെ ഈ ഓരോ ദിവസവും നമ്മളുടെ ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതും ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര വാല്യൂ ആയിരിക്കുന്നതെന്നും ഗവൺമെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടുമെന്നും ഒക്കെ നമുക്കൊരു കാൽക്കുലേഷനിലൂടെ
നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു സേഫായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിത് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഇത്, കാരണം സാൻഡൽവുഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ചന്ദനം നമുക്ക് നോർമലി ഒരാൾ വെച്ചാൽ അത് എന്തായാലും എങ്ങനെയാണെങ്കിലും അത് കളവ് പോകും. അപ്പോൾ അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മാനേജ്മെൻറ്റിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാനൊരു GCC റിട്ടേൺ ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലോട്ട് വന്ന് ഈ ഒരു മാനേജ്മെൻറ്റിനെ അറിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ സെറ്റിലാവേണ്ട ഒരു സമയമുണ്ട്. കാരണം എന്തായാലും സെറ്റിലാവാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിനുള്ളിൽ എന്തായാലും ഞാനും ഹസ്ബൻഡും സെപ്പറേറ്റ് ഒരു വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രീംസോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇത് അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വളരെ ലോ ആയിരുന്നു പ്രൈസ്. ഇപ്പോഴാണ് ഡിമാൻഡ് കൂടിയതിന് ശേഷം ഇതിൻ്റെ റേറ്റ് കൂടി വരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്ലോട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റും, കാരണം ഇപ്പോൾ ഓരോരുത്തർ വന്ന് കാണുമ്പോഴും അന്ന് ഞാൻ എടുത്ത ഡിസിഷൻ വളരെ നല്ലതായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഓരോരുത്തർ വന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല സക്സസിലേക്ക് തന്നെ പോകുന്നുള്ള നല്ല പ്രതീക്ഷയാണ്. കാരണം നമ്മൾ എന്തായാലും ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. അത് ഇത്രയും നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എല്ലാം നേടാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു കൂട്ടായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരോടും ഞാൻ പേഴ്സണലി കൂടി പറയുവാണ്. കാരണം ഇങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡ്രീംസും എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡിസിഷൻസ് എടുത്തിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാവി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട്, കാരണം ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എന്നാണ് നമ്മൾ പറയുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റിൽ നമുക്ക് സാധിക്കും. നമസ്കാരം, മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ലിസ്യാമ്മ സണ്ണി. ഞാൻ വയനാട്ടുകാരിയാണ്. ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പ്ലോട്ട് ഞങ്ങളുടെ സ്വന്തമാണ്. ഓ, അത് ശരി. അതായത് ഈ ഒരു പ്രൊജക്റ്റ് മറിയൂർക്ക് പോകുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുന്നതിന് ഇത്രമാത്രം ബെനിഫിറ്റ് കിട്ടുമെന്നൊക്കെ അറിയുന്നത് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വയനാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങനെ എടുക്കുമോ സാറേ, അങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ചന്ദനം വളരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ സാറ് ഒന്ന് നോക്കി. അങ്ങനെ ഈ പ്ലോട്ട് എടുക്കുന്നത് അതിലൂടെ സേഫായത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ്. നമ്മൾ ഈ സ്ഥലം, നമ്മൾക്ക് 6 പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിൻഡൽ കണക്കിന് മുളക് പറിച്ച് തോട്ടം ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃഷി മേഖല വളരെ പരാജയമാണ്, കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇനി ആർക്ക് സ്ഥലം വിൽക്കാനും ആരും സ്ഥലം എടുക്കുന്നില്ല. കാരണം ആർക്കും എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി സമയത്താണ് നമുക്ക് ഈ കമ്പനി ഈ സ്ഥലം എടുക്കുന്നത്. അപ്പോൾ സ്ഥലം എടുത്തപ്പോൾ നമ്മുടെ കടബാധ്യതയൊക്കെ തീർന്നു. അതുപോലെ തന്നെ 5 പ്ലോട്ട് പിള്ളേരുടെ പേര് ഞങ്ങൾ ഞങ്ങൾ 39 ലക്ഷം രൂപയ്ക്ക് വില കൊടുത്തെങ്കിലും അന്ന് 6 ലക്ഷം രൂപയുടെ വിലയ്ക്ക് ഞങ്ങൾ 5 പ്ലോട്ട് വാങ്ങിയിട്ടു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം മക്കളുടെ പേരിലേക്ക് സ്ഥലം വിറ്റ് കിട്ടിയ പൈസ ആ പൈസ 30 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടേക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മൾ വീട്ടിൽ ഫാമിലിയൊന്നും സപ്പോർട്ടല്ലായിരുന്നു, അന്ന് എല്ലാവരും എതിർപ്പായിരുന്നു, കുടുംബത്തിൽ നിന്നൊക്കെ എതിർപ്പായിരുന്നു. കാരണം അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 39,000 രൂപയുടെ വില സാധനം 1,4 ലക്ഷത്തിൻ്റെ വിലയ്ക്ക് എടുക്കുക, ആ ഒരു മൈൻഡിലാണ് കണ്ടത്. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയല്ല. ഈ 30 ലക്ഷം രൂപ നമ്മളൊരു 10 മുതൽ 15 വർഷം വരെ എവിടെ ഡിപ്പോസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കൃഷി ചെയ്താലും ഇത്രയ്ക്കൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടത്തില്ല. അത് നമ്മൾക്ക് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ്. നമ്മളിനകത്ത് ഒരു പണി എടുപ്പിക്കുന്നില്ല, എല്ലാം കമ്പനിയുടെ സെക്യൂരിറ്റി ആണെങ്കിലും കമ്പനി എല്ലാം ചെയ്യുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് അന്ന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ വയനാട്ടിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നതും ഒത്തിരി വയനാട്ടുകാരെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേരെ സ്ഥലം ഇങ്ങനെ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റ് ഈ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് കമ്പനിയുടെ പ്രൊജക്റ്റ് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും ചെയ്ത് സേഫ് ആക്കാൻ പറ്റിയൊരു വലിയ അവസരം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറാവുക. എപ്പോഴും നമ്മൾ നിന്നിടത്ത് നിൽക്കുകയല്ല, എന്താണ് പുതിയൊരു മേഖലയുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്താനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പരിശ്രമത്തിൻ്റെയും ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിച്ചത്. വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി. ഹായ്, നമസ്കാരം. യെസ്, നമസ്കാരം. എന്താ പേര് രണ്ടുപേരുടെയും? അനീഷ് പറവൂർ. ജയശ്രീ അനീഷ്. കപ്പിളാണോ? ഓക്കെ. ന്യൂലി വെഡഡ്? ഇല്ല, 11 വർഷമായി. ഓക്കെ, ഫൈൻ. പക്ഷെ അങ്ങനെയൊക്കെ തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടുണ്ട്. എത്ര പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്? ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. എന്ത് തോന്നുന്നു ഇവിടെ പ്ലോട്ട് വാങ്ങിച്ചിട്ട്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചർ തോട്ടൊക്കെ എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച്? അത് വാങ്ങിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ്. കാരണം ജീവിതത്തിൽ നമുക്കിപ്പോൾ ലക്ഷ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായത് ഇപ്പോഴാണ്. കാരണം മുമ്പൊക്കെ ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 15 ലക്ഷം രൂപ വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യം ഒരു സ്റ്റുഡിയോ
സ്റ്റുഡിയോ ക്യാമറയിലേക്ക് കടന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഓരോ വർഷം തള്ളി നീക്കുമ്പോഴും ക്യാമറ അപ്ഡേറ്റ് ചെയ്യണം, മറ്റ് എക്സ്പെൻസൊക്കെ ആയിട്ട് എനിക്ക് 5-10 ലക്ഷമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 10-25 ലക്ഷം രൂപ വരെയൊക്കെ ഞാനൊരു 10-12 വർഷം ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ടൊന്ന് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് അങ്ങോട്ട് ഞാൻ പോയാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും വരും. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സേവിങ്സോ അല്ലെങ്കിൽ ഏണിങ്സ് നോക്കുമ്പോൾ ഒരു കൂടി വന്നൊരു 50,000 രൂപയായിരിക്കും ഒരു മാസം ഞാൻ ഉണ്ടാക്കുക ഫോട്ടോഗ്രാഫിയിലൂടെ. ഓഫ് സീസൺ വരും, വർക്കുള്ള സീസൺ ചിലപ്പോൾ 1 ലക്ഷം ഉണ്ടാവും, പക്ഷേ ഓഫ് സീസൺ വരുമ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു 50,000 വെച്ച് ആവറേജ് നോക്കിയാൽ ഒരു 15 വർഷം 30 വർഷം ജോലി ചെയ്താൽ 30 വർഷം ജോലി ചെയ്താൽ ഞാൻ ഏകദേശം ഒരു 1,80,00,000 രൂപയായിരിക്കും ഞാൻ ആകെ ഉണ്ടാക്കാൻ പോകുന്നത്. 2 കോടിയേക്കാൾ താഴെ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, 50,000 രൂപ തന്നെ ഒരു മാസം നിൽക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ എക്സ്പെൻസാണ് തീർന്നു പോകുന്നുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇത് തിരിച്ചടവ് ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു അസറ്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്കത് കുറച്ചൊന്ന് നീക്കിയിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് എനിക്കൊരു പ്രൊജക്റ്റ് വാങ്ങാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഭാവിയിൽ ഈ പ്രൊജക്റ്റിലൂടെ ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കൊരു 5 കോടി രൂപ വരെ ഈ ഒരു 5 സെൻറ്റ് ഭൂമിയിൽ നിന്ന് ഈ ഒരു സാൻഡൽവുഡിൻ്റെ പ്ലാന്റേഷനിലൂടെ എനിക്ക് നേടാൻ സാധിക്കും. ഞാൻ പണിയെടുത്താൽ എനിക്കൊരിക്കലും അത്രയും നേടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കുടുംബം ഹാപ്പിയാണ്. മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനില്ല. പെൺകുട്ടികളാണെങ്കിലും വിവാഹമാണെങ്കിലും നല്ല എക്സ്പെൻസ് വരും, ആൺകുട്ടിയാണെങ്കിലും അവൻ്റെ വിദ്യാഭ്യാസത്തിനും ഹയർ സ്റ്റഡീസിനും നല്ല എക്സ്പെൻസ് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഓർത്തും എനിക്കിപ്പോൾ ടെൻഷനില്ല. അതാണ് നിങ്ങളുടെ മുഖത്തേക്ക് ഇത്ര പ്രസന്നത അല്ലേ? ഫുൾ ടോട്ടൽ ഒരു പോസിറ്റീവ് വൈബ്. എന്താ പറയുന്നത്, എന്ത് തോന്നുന്നു താങ്കൾക്ക്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഫീൽഡിൽ നിന്നപ്പോൾ കിട്ടിയിരുന്ന ആ ഒരു വരുമാനവും ഇവിടെ അത് ഫുള്ള്, അതായത് ഞങ്ങൾ ഈ പറഞ്ഞത് 12 വർഷം ഞങ്ങൾ ചിലവാക്കിയതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ ഇനി ഒരു 15 വർഷം വെയിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അനീഷയുടെ നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങുകയാണ്. കാരണം അവിടെ ഈ 15 വർഷം ഞങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരുന്നില്ല, ഞങ്ങളുടെ പണമാണ് പണിയെടുക്കുന്നത്. ഞങ്ങളൊരു അസറ്റ് വാങ്ങിയിട്ടു, 15 വർഷം കഴിയുമ്പോൾ 5 കോടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷെ ആ 15 വർഷവും ഞങ്ങൾക്ക് അല്ലാതെ നമ്മളുടെ എനർജി കൊണ്ട് നമുക്ക് പണിയെടുക്കാം. അപ്പോൾ പണം കൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലോട്ട് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ വളരെ റിലാക്സ് ആണ്. പൊതുവെ അറിയാലോ, സ്ത്രീകൾക്ക് കൂടുതലും കുടുംബമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റും പിന്നെ ആ ടെൻഷനും കാര്യം ഇതൊന്നും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന അത് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രിവിലേജസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇത്രയും നേരത്തെ തന്നെ അതറിയാൻ സാധിച്ചതും ഈ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്, ഭാഗ്യമാണ്. അപ്പോൾ പറയാനുള്ളത് എല്ലാവരും വെയിറ്റ് ചെയ്യരുത്. കാരണം സമയം നമുക്ക് വളരെ തുച്ഛമേ ഉള്ളൂ. കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ കിട്ടുന്ന അവസരം യൂസ് ചെയ്യുക, ഞങ്ങളെപ്പോലെ ഹാപ്പി ആവുക, അത്രയേ ഉള്ളൂ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് തന്നെ പറയാനുള്ളൂ. കാരണം സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ച ലാഭത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് കാരണന്മാർ നമ്മളെ പറഞ്ഞു തന്നപ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചപ്പോൾ ശരിക്കും അത് എന്താണെന്ന് ഒന്ന് രുചിച്ച് നോക്കാൻ നമ്മളാരും തയ്യാറായിട്ടില്ല. പക്ഷേ ആ ഒരു കടുങ്കഥ അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ലിനെ ശരിക്കൊരു അർത്ഥവത്താക്കുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം സമ്പത്ത് കാലത്ത് തൈ 10 എന്നുള്ളത് മാറ്റി 20 ചന്ദന തൈ വെച്ചാൽ ആപത്ത് കാലത്ത് 5 കോടി സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊജക്റ്റ്. അപ്പോൾ വൈകാതെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ആശയത്തിലേക്കൂടെ 5 കോടി സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. നമസ്കാരം, എന്താ പേര്? നിഷ പ്രശാന്ത്. എവിടെ സ്ഥലം? മലപ്പുറം. പ്ലോട്ട് വാങ്ങിച്ച ആളാണോ? വാങ്ങിച്ച ആളാണ് ഞാൻ. എത്ര പ്ലോട്ട് ഉണ്ട്? ഒരു പ്ലോട്ടേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റാണ് എൻ്റെ പ്ലോട്ട്. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോൾ പ്ലോട്ട് വാങ്ങിച്ചിട്ട്? ലൈഫ് സെറ്റായോ? യെസ്, ലൈഫ് സെറ്റാണ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലാവില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ. അപ്പം അന്നേക്ക് നമുക്ക് മക്കളുടെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ടത്. മക്കളുടെ മാത്രമല്ല, എനിക്കും ഹസ്ബൻഡിനും ഇപ്പം ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ലൈഫ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചിലവാക്കിയാൽ പോലും അതിൻ്റെ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കാൻ കഴിയും. അതുകൊണ്ട് അവരുടെ ലൈഫ് കൂടി സേഫാണ്. ഓക്കെ, വളരെ ഹാപ്പിയാണ് ഇങ്ങനൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എത്തിപ്പെട്ടതിനും വളരെ ഹാപ്പിയാണ്. വരാൻ ആഗ്രഹിക്കുന്ന സംരംഭകരോട് എന്താ പറയാനുള്ളത്? വരാൻ പോകുന്ന സംരംഭകർക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾക്ക് എപ്പോഴും റെഡിയാണ്. അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം. അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും കിട്ടും. യെസ്, ഓക്കെ, ഷുവർ. ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക്, റൈമിൻ്റെ പ്രേക്ഷകർക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് വിളിക്കാം. ഈ സാധാരണ ആൾക്കാരാണ് ഈ പ്ലോട്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത്. 100ലധികം ആൾക്കാർ തന്നെ ഇപ്പോഴധികം അവിടെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ അവരുടെ നമ്പർ നിങ്ങളുടെ അറിവിലേക്കായി, നിങ്ങളുടെ സംശയം തീർക്കാനായി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടോൾ ഫ്രീ നമ്പർ ഒന്നുമല്ല, ഓരോരുത്തരുടെയും പേഴ്സണൽ നമ്പറാണ്, മേടിച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പേഴ്സണൽ നമ്പറാണ് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സധൈര്യം അവരെ വിളിക്കാം. പ്രൈമിൻ്റെ ഉറപ്പിലാണ് ആ നമ്പർ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇട്ട് തരുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ജസ്പെയ്ഡിനെ കുറിച്ചുണ്ടെങ്കിലും വിളിക്കാൻ അവർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ നമ്പർ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. സോ ഇത് തട്ടിപ്പാണോ അതോ നിങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാക്കി തരുന്ന ഒരു സംരംഭമാണോ എന്ന് നിങ്ങൾ തന്നെ വിളിച്ചന്വേഷിച്ച് തീരുമാനിക്കുക. നന്ദി.